ആട്ടി സൂസൻ ഒന്ന് വാ, കാര്യമുണ്ട്. ഇതെന്താ മനു ചേട്ടനുണ്ട്? ആ കുഴപ്പമില്ല, ഉറങ്ങി. വാ, അപ്പുറത്തേക്ക് വാ. എനിക്ക് പേടിയാ വരാൻ. എനിക്ക് പേടി, അകത്തേക്ക് വരാം. പുറത്തേക്ക് വാ. മോൾ ഉണർന്നാലോ? മോളെ വിളിക്കണ്ട, അപ്പുറത്ത് വാ. എന്തൊരു കഷ്ടം. ഒന്ന് വാ, വേഗം പോവാ. വാ. എന്തിനപ്പോ വന്നേ? എന്താ നോക്ക്. ഇതെവിടുന്നാ? അച്ഛൻ തന്നയിച്ച. അച്ഛനോ? ഈ ഷർട്ട് അത് ഞാൻ ഇന്നലെ രാത്രി തന്നെ വന്നെടുത്ത്. അത് ഇന്ന് രാത്രി തന്നെ വന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയാവും തോന്നി, അതാ വന്ന് പറഞ്ഞ. അച്ഛൻ നല്ല സന്തോഷിച്ചായി. അയ്യോ, എന്തിനാ കാര്യമാണ്? പോയിക്കോ, അകത്ത് പോയി. ബൈ. ശരി. ഒരുപാട് നാളായില്ലേ അച്ഛന് സംസാരിച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര സ്നേഹത്തില്ല, അതാ വിട്ടുമാറാത്ത. മാറിയല്ല അവര്. എല്ലാരും ഇങ്ങനെയാണല്ലോ. ഞാനിവിടെ ആദ്യമായിട്ടോ. ഞാനും ആദ്യമായിട്ടാ വരുന്നത്. കൊറേ നേരം കോടയൊക്കെ പിടിച്ചിരിക്കണ രണ്ടും കൂടിട്ട് കാണില്ല യൂണിഫോമിലും പാർക്കിലും കൊടയും ചൂടി വന്നിരിക്കാൻ വാട മോളിക്ക് നിങ്ങളുടെ മോളിക്ക് വായോ. ചോദിക്കട്ടെ, എന്താ നിന്റെ പേര്? എന്താ പരിപാടി? ഞങ്ങള് ഫ്രണ്ട്സാ, ഒന്നിച്ച് പറഞ്ഞിരിക്കണം. എന്തിനാ പഠിക്കണ? എഞ്ചിനീയറിംഗ്. ഇതാണോ മോളെ എഞ്ചിനീയറിംഗ്? ഇതാണെങ്കിൽ എന്നെയും കൂടി പഠിപ്പിക്കും മോളെ എഞ്ചിനീയറിംഗ്. അയ്യോ, അവിടെ എന്തോ പ്രശ്നം കേട്ടോ. ഞാൻ നോക്കിട്ടില്ല. ദേവനെ ശരിയാടാ, പോലീസിനെ വിളിക്കരുത്, ഇനി ഉണ്ടാവില്ല. അപ്പൊ പരിപാടി മറ്റത് തന്നെ. ഹലോ, എന്താ പ്രശ്നം? എന്തു ചേട്ടാ? എന്താ കൊടയം ചൂടിയിരുന്ന എഞ്ചിനീയറിംഗ് എടുത്തവരുന്നു, ഞങ്ങൾ കയ്യോടെ പിടിച്ചതാ. എത്ര വയസ്സായി? 19. മോൾക്കോ? 19. അപ്പൊ കുഴപ്പമില്ല, എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള പ്രായമായല്ലോ. നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ ആരും കിട്ടില്ലേ? അവരെ വീട്ടുകാർ നിങ്ങളെ ഏൽപ്പിച്ചിട്ടൊന്നും ഇല്ല ഇതൊന്നും നോക്കാൻ. പിന്നെന്താ പ്രശ്നം? ഇതൊക്കെ ചോദിക്കാൻ നീ ആടുന്നുണ്ടേ. മേത്തോട്ടളിക്കല്ലേ? ഇവിടെ ആർക്കാണ് ചുമ്മന സമരം നടത്തണ്ടേ? അവനെ സാറേ, കുറച്ച്
നിക്കടാ. പോവാം പോവാം സാർ. ഇവരോ ഞാൻ കേറിയല്ലേ. അങ്ങോട്ട് നീങ്ങിയിരിക്കടാ. അങ്ങോട്ട് കൊറേ ആയി ഓടിക്കാൻ തുടങ്ങിയിട്ട്. സംഭവം നിയമപ്രകാരം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ ഇനി ഇതുപോലുള്ള കേസായിട്ട് എൻ്റെ കൈ കിട്ടിയ നല്ല ഇടി ഞാൻ ഇടിക്കും. മനസ്സിലായ? ഓ സാർ, ഇനി ഉണ്ടാവും. ഇനി കോളേജിൽ പോവാന്ന് പറഞ്ഞാൽ കോളേജിൽ പോകണം, അല്ലാതെ പാർക്കിൽ പോകരുത്. ഇല്ല സാർ, ഇനി ഉണ്ടാവും. എന്നാ വയ്ക്കോ, വിളിച്ചോണ്ട് പോടോ. മര്യാദയ്ക്ക് വളർത്തണം പിള്ളേരെ. തന്തയും തള്ളയും എല്ലാത്തിനും ഞാൻ അടിക്കും. എന്തൊരടി അടിക്കുന്നത്, ഒരുപാട് മനുഷ്യ പറ്റില്ലാത്ത അവരങ്ങനെ തീർന്നു പോയാലോ. ഇടിക്കട്ടോ, അന്ന് അവൻ ആ ഹോട്ടലിൽ വന്ന എന്തിനാണെന്ന് അറിയണ്ടേ. സഹദേവ, നീ എല്ലാറ്റും ന്യായീകരിക്കുമ്പോൾ ഇതും ന്യായീകരിക്കല്ലേ. എടോ, അവനെങ്ങനെ തീർന്നു പോയാലേ നമ്മളെല്ലാരും കുടുങ്ങും. കുടുങ്ങുന്നാണോ എന്റെ പ്രശ്നം? കേട്ടോന്നേ, തട്ടലും മുട്ടലും കൂടാതെ ആ പൈസ എങ്ങനെ നമ്മുടെ കൈ കിട്ടുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിലൊരു പങ്ക് കിട്ടിയാൽ തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇതില്ല, എന്നാ ഒരു നല്ല ഇടിച്ചോട്ടെ. അയ്യോ സാറേ, താൻ എന്തോടെ കാണിക്കുന്നേ? ആളെ മനസ്സിലായോ? നമ്മുടെ ജോർജിന്റെ ഹോട്ടലിൽ ഇടിക്കാടോ. താനാര്? ഭരചന്ദ്രൻ IPS ഓ അതോ ബൽറാം? ഇവനെ കുഞ്ഞുമോന്റെ ആളാ സാറേ. ഒന്ന് മാറോ, അല്ലെങ്കിൽ അവൻ ചത്തു. ഒന്ന് മാറോ സാറേ. എന്നെ കുറെ ഓടിച്ചോ. ഇരിക്കവിടെ, ഇരിക്കാൻ ചോദിക്കാൻ ഒന്ന് തെളിച്ച് പറയുന്നത്. അത് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിനക്ക് തല്ലുള്ളത് രക്ഷപ്പെടാം. സത്യം മാത്രം പറയുള്ളൂ. പറ, നേരെ നിക്കടാ. നീ എന്തിനാ ഹോട്ടലിൽ വന്നത്? പൊറോട്ട, ഞാൻ പൊറോട്ട ബീഫ് തന്നെ. സത്യം കിട്ടും. നിനക്ക് കുഞ്ഞാമതുമായിട്ട് എന്താ ബന്ധം? ആരാണത്? കുറെ നേരം ഈ സാറിന് ചോദിക്കാൻ എനിക്കറിയില്ല. കുറെ നേരം കേട്ടിട്ടുമില്ല സാർ. സത്യം കിട്ടും. ഇതിനാണ് തല്ലി. നിന്റെ ഫോൺ എടുത്തേ. ലോക്കറന്നേ. ലോക്കൊന്നിൽ ഇങ്ങനെ വരച്ചാൽ മതി വെറുതെ. സാർ ബാലൻസ് കേട്ടോ. കോണ്ടാക്ട് ലിസ്റ്റിലോ ഫോൺ ഹിസ്റ്ററിയിലോ കുഞ്ഞാമ്മ നമ്പർ ഉണ്ടോ നോക്കി. ഇതിനകത്ത് കുഞ്ഞാമ്മന്റെ നമ്പർ ഒന്നുമില്ല സാറേ. അപ്പൊ അവന് കുഞ്ഞുമോതുമായിട്ട് വലിയ ബന്ധമൊന്നും കാണുകയില്ല. പിന്നെ നീ എന്തിനാടാ അന്ന് ഹോട്ടലിൽ ഞങ്ങളുടെ ടേബിളിന്റെ അടിയിലോട്ട് കയറി വന്നേ? അയ്യോ, അതാണ് സാറേ കാര്യം. അത് ഞാൻ ഒരു പലിശക്കാരെ കണ്ടപ്പോൾ കയറി ഒളിച്ചതാണ്. അയാളെ കണ്ടപ്പോൾ കയറി അതിൻ്റെ അകത്ത് കയറിയതാണ്. സത്യം സാറേ. ഒന്ന് പറയാം സാറേ, സത്യം കിട്ടും.